വെള്ളം കിട്ടി, കുപ്പി വെള്ളം. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നീ നോക്ക്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു, പക്ഷേ നമുക്ക് അങ്ങോട്ടുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും പോകാൻ പോകുന്നത്. ഞാൻ പനി പിടിക്കാൻ കഴിയാണ്ടായി, എനിക്കൊരു പൊട്ടോളമുള്ള ത്രാണി പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു ഗൈസ്. അയ്യോ, സൂര്യേട്ടൻ ചെറുതായിട്ട് ഇങ്ങനെ ഉദിച്ചു വിടുന്നുണ്ട്, പക്ഷെ പ്രയോജനമൊന്നുമില്ല, കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. അങ്ങോട്ട് നോക്കും, മഴയാണേ, കാണാൻ ചെറിയ മഴത്തുള്ളികൾ. അവിടെ നീ ശ്വാസം കിട്ടത്തില്ല, അവിടെ നല്ല മഞ്ഞുണ്ട്. നമുക്ക് ഊട്ടിപ്പട്ടണം ഈ സൂപ്പർ. നമുക്ക് നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് പോണ കൂട്ടത്തിൽ അപ്പുണ്ടായിരുന്നോ മതി. വൈകി ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഗൈസ്. ഫുഡ് കഴിക്കണം, കയ്യിൽ കാശ് മൊത്തം തീർന്നു. നമ്മൾ ബഡ്ജറ്റ് ട്രാവലർ ആയതുകൊണ്ട് കുറച്ച് കാശുണ്ട് ഇതേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ വണ്ടി എടുക്കാനൊക്കെ ആയിരുന്നല്ലോ പ്ലാൻ, അത് തേഞ്ഞ് കിട്ടിയില്ല. ആകെ ഇനി എൻ്റെ കയ്യിൽ 150 രൂപയുള്ളൂ. അതുകൊണ്ട് വേണം ഞാൻ എറണാകുളം വരെ പോകാനായിട്ട്. കാരണം ഓട്ടോയ്ക്ക് തന്നെ 600 രൂപയായി, റൂമിലോട്ട് പോകാനും റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരാനും. അയ്യോ, നല്ല മഴ. അപ്പോൾ എൻ്റെ ഫുഡിൻ്റെ പൈസയാണ് ഞാൻ എടുത്ത് കൊടുത്തത്. എൻ്റെ 150 രൂപയുള്ളേ. അയ്യോ, വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ പറ്റില്ല, ഇവിടെ വെള്ളം കിട്ടില്ല. ഇനി മേട്ടുപ്പാളത്തിൽ വന്നിട്ടേ വെള്ളം കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ ദുരിതം പിടിച്ചൊരു കാര്യം. ഊട്ടി സ്റ്റേഷനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഊട്ടി സ്റ്റേഷനിലാകാൻ വരുന്നത്. ഇപ്പോൾ കുറേ വണ്ടി ഉണ്ടല്ലോ. കോർണൂരിലേക്കാണ്, പക്ഷേ കൂണൂരിലേക്കാണ്. ഇവിടുന്ന് കൂണൂരിലേക്ക് എപ്പോഴും വണ്ടിയുണ്ട്. കാരണം കൂണൂരിലേക്ക് ഡീസൽ എൻജിനാണ്. അവിടെ നിന്നാണ് നമ്മുടെ മറ്റേ പഴയ എൻജിൻ, മറ്റേ കൽക്കരി എൻജിൻ ഉണ്ടല്ലോ, കൊച്ചു കൊച്ചു വണ്ടി, ആ എൻജിൻ വരുന്നത്. ഇതാണ് സ്റ്റേഷൻ. പഴയ വണ്ടിയുടെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് 2 അടി എടുത്ത് വെച്ചാൽ ഇവിടുത്തു, 2 അടി എടുത്ത് വെച്ചാൽ അപ്പുറത്തു. വെള്ളം കിട്ടി, കുപ്പി വെള്ളം, പ്ലാസ്റ്റിക് കുപ്പിയല്ല, ബിസ്ലേരിയാണ്. ഈ സാധനത്തിന് 45 രൂപയാണ്. സന്തോഷമായി. ഇങ്ങോട്ട് ദാഹിച്ച് പണ്ടടങ്ങി വന്നേ. ഒന്നെങ്കിൽ ഇത് കിട്ടും, അല്ലെ 5 ലിറ്ററിൻ്റെ വെള്ളമുണ്ട്, അത് കിട്ടും. ഇവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ക്യാൻറ്റീനാണ്. ആക്ച്വലി ഇത് ക്യാൻറ്റീനുണ്ട്. ഇന്നലെ ഇന്നും മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. മിനിഞ്ഞാന്ന് കോയമ്പത്തൂർ വെച്ച് കഴിച്ച ഫുഡാണ്. ഇനി എന്തെങ്കിലും ഒന്നുണ്ടോ നോക്കട്ടെ. ഇവിടെ തൊട്ട കാശ് കേട്ടോ, വെള്ളത്തിന് പൈസ, എല്ലാത്തിനും പൈസ. ഇപ്പോൾ ആക്ച്വലി സമയം 11:30 ആവുന്നു. എന്താ, നമുക്ക് ട്രെയിൻ 2 മണിക്കാണ്, ചെക്കൗട്ട് ടൈം 11 മണിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങി വന്നത്. ഇനി ഇവിടെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കാം. വീട്ടിൽ ഇവിടെ സാമ്പാർ, ഒരു ചിക്കൻ ബിരിയാണിയും 2 പൊറോട്ടയും കറിയും. ചിക്കൻ ബിരിയാണിക്ക് 100, പൊറോട്ടയ്ക്കും കറിക്കും 60. 2 പൊറോട്ടയും കറിക്കും 60. ഒരു ചായ, ഒരു കാപ്പി, എല്ലാം കൂടെ 150 രൂപയായിട്ടുണ്ട്. ഐ എം നോട്ട് എ കോഫി പേഴ്സൺ. ഓക്കെ, എനിക്ക് വിശന്നിട്ട് കയ്യും കാലം കാണാൻ വയ്യ. ഇന്നലെ ഒരു കഴിച്ചിട്ടുള്ള സൂപ്പില്ലാന്നേ. കഴിച്ചോട്ടോ. ഓ ഷിറ്റ്. കുഴപ്പമില്ല, കുഴപ്പം ഇല്ല. വേണ്ടവാ, എല്ലാത്തിനും എന്താ ഇത്ര കാശ്? മനുഷ്യൻ കാശില്ലാത്തവരെന്ത് ചെയ്യും? കാശില്ലാത്തവർക്ക് സ്ഥലങ്ങൾ പോയി കാണാനുള്ള അവകാശമില്ലേ, അധികാരമില്ലേ?
നമ്മൾ ഇപ്പോൾ ഒരു പോലീസിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഇന്നലെ വന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതല്ല ആക്ച്വലി 2 മണിക്ക് പോകുന്നത്. അത് ഇനി കൂനൂർ പോകും. അത് കഴിഞ്ഞിട്ട് കൂനൂറിൽ നിന്ന് ഒരു പാസഞ്ചർ ഇങ്ങോട്ട് വരും 1:45. ആ ട്രെയിനാണ് 2 മണിക്ക് മേട്ടുപ്പാളത്തേക്ക് പോകുന്നത്. ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ക്ലോക്ക് റൂം എവിടെ? ഓക്കെ, യുനെസ്കോയുടെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഊട്ടി. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള പ്ലാസ്റ്റിക് കുഴികളൊന്നും അലോ ചെയ്യാത്തത്. ഇവിടെ പ്ലാസ്റ്റിക് അത്യാവശ്യം ഉണ്ട്, പക്ഷെ പ്ലാസ്റ്റിക് കുപ്പിയില്ല, വെള്ളം കുടിക്കുന്ന കുപ്പിയില്ല. ഇവിടെ മേളിൽ റിട്ടയറിംഗ് റൂമുണ്ട്. റിട്ടയറിംഗ് റൂമിലോട്ട് പോകാനുള്ള വഴിയാണ് പഴയ സ്റ്റെപ്പ്. ഓക്കെ, സമയം 11. ഗൈസ്, ഇവിടെ ക്ലോക്ക് റൂമില്ല. സോ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വണ്ടി വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മുടെ D1 ആണ്. D1 ഏതാ? ഇതാണ് D1. ഇതന്നെയാണ് റിസർവേഷൻ ചെയ്യുന്ന മനുഷ്യർക്കൊരു സമാധാനമില്ല. റിസർവേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ പോലും പിന്നെ ഈ ടോയ് ട്രെയിനിൽ കയറാനായിട്ട് എന്തും വേണ്ടി ലഗേജ് കൊണ്ട് ആൾക്കാർ വരുന്നത്. ഇതിനകത്ത് ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല. സെക്കൻഡ് തിങ്, ആൾക്കാർക്ക് ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഒരു 10 ലഗേജൊക്കെ കൊണ്ട് ആൾക്കാർ കയറുന്നത്. ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അപ്പം നമ്മളിപ്പോൾ വരികയാണെങ്കിൽ മാക്സിമം ലഗേജ് കുറച്ച്, ടോയ് ട്രെയിനിൽ കയറാനാണെങ്കിൽ ലഗേജ് കുറച്ച് 1-2 ബാഗ് കൊണ്ടുവരാൻ നോക്കുക. 10-15 സൂട്ട് കേസ് ആയിട്ട് വരാതിരിക്കാൻ നോക്കുക. അടച്ചു കേട്ടോ. ഡീസൽ എഞ്ചിനാണ് പോകാൻ പോകുന്നത്. പിന്നെ ജനറലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഇന്റീരിയർ നോക്കി ഒരു പ്രീമിയം ഇന്റീരിയർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ജസ്റ്റ് തൂക്കിയിടാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം കവറൊക്കെ തൂക്കിയിടാനായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ലഗേജ് വെക്കാൻ നമുക്ക് സ്പേസ് ഇല്ല ഈ ട്രെയിനിൽ. പഴയ ട്രെയിനല്ലേ, അതിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. പഴയ ട്രെയിൻ നമുക്ക് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വരണം. നമ്മൾ ട്രെയിൻ ട്രാവൽ ആസ്വദിക്കാൻ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് വരണം. വണ്ടി വിടാറായി ഗായ്സ്. അതുപോലെ തന്നെ പനിയുടെ കാര്യത്തിൽ തീരുമാനമായോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇറ്റ്സ് ഗോയിങ്. നമ്മുടെ പച്ചക്കൊടി കാണിച്ച് നമ്മുടെ ടോയ് ട്രെയിൻ ഇവിടെ നിന്ന് പോവാണേ. അറിയില്ല എന്നറിയില്ല. ഫീലിംഗ് സോ ഹാപ്പി. നല്ല തണുത്ത കാറ്റുണ്ട്. തണ്ടർ വണ്ടർ, അവിടെ എന്തോ ഒരു തീം പാർക്ക് പോലെയാണോ. തണ്ടർ വേൾഡ്, സോറി തണ്ടർ വേൾഡ് ഒരു തീം പാർക്കാണ്. വന്നിട്ടുണ്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് തീറ്റി വന്നിട്ടുണ്ട്. നമ്മൾ കൂനൂർ വരെ ഡീസൽ എഞ്ചിനിലാണ് പോകുന്നത്. നല്ല തണുപ്പ്. നല്ല മാറ്റം മുഖത്തടിക്കുന്നത്. ഇത് ചുണ്ടൻ കണ്ടറിയാൻ ഇത് പണ്ടാണെങ്കിൽ ഇരിക്കാം. എല്ലാവരും ഒരു എന്താ പറയാ, ഈ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിലൊക്കെ പോകില്ലേ, അതുപോലെ നമ്മളെല്ലാവരും ഒരു ട്രിപ്പ് പോകുന്ന വൈബാണ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെയല്ല, ഒരു ട്രിപ്പ് പോകുന്ന വൈബ്. അതുകൊണ്ട് ഇത് റോഡാണ്.
രാവിലെ അല്ല, വൈകുന്നേരം ഇല്ല, ഇപ്പൊ സമയം 2 മണിയാണ്. 2 മണി, 2 മണിക്കത്തെ കാഴ്ചയാണ്. 2 മണിക്കത്തെ കാഴ്ച. വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്താ കാര്യം പറഞ്ഞൂടാ, വണ്ടിയുടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കുഞ്ഞൊരു ഗുഹയാണ്. ഊട്ടിയിലെ വർക്കിച്ച കൊള്ളാം. നമ്മള് ഊട്ടിയിലോട്ട് പോയപ്പം ആ സൈഡിലെ വ്യൂ ആണ് കൂടുതൽ എടുത്തത്. അതായിരുന്നു കിട്ടിയത്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഈ സൈഡിലെ വ്യൂ, ഈ സൈഡിൽ കിട്ടില്ല വ്യൂ ആണ് കഴിഞ്ഞത്. അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഈ സൈഡിലെ വ്യൂ ആണ്. ഓ, എന്റെ കൈയൊക്കെ ഐസായി. ഒന്ന് മഴ പെയ്യുന്നുണ്ട്, 2 നടന്നിട്ട് എന്റെ കൈയൊക്കെ ഐസായി. അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വലയില് കളിഞ്ഞു വെച്ചേക്കുന്നുണ്ടോ? അതുപോലെ ഒരു മെയിൻ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. നമ്മുടെ ടോയ് ട്രെയിനിൽ വാഷ്റൂം ഇല്ല കേട്ടോ. 4 മണിക്കൂറത്തെ യാത്രയാണ്, എന്നാലും നമ്മുടെ ടോയ് ട്രെയിനിൽ വാഷ്റൂം ഇല്ല. സ്റ്റോപ്പായ കെട്ടി എത്തിയിട്ടുണ്ട്. കെട്ടി എന്തോ പണി നടക്കും കേട്ടോ. ഞാൻ ലിപ്പ വെക്കേണ്ട സുന്ദരിയായി ഗൈസ്. എന്റെ ചെവി അടഞ്ഞു ഗൈസ്. എനിക്ക് ഞാൻ പറയുന്നതിന്റെ പകുതി കേൾക്കുന്നു. എനിക്കിങ്ങനെ നടന്ന് പ്രശ്നമുള്ള ഒരാളല്ല. എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയ്പൂരിൽ ഇതിൽ തണുപ്പത്ത് പോയിട്ട് എനിക്ക് പനിയോ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ മൂന്നാർ പോകാൻ അല്ലെങ്കിൽ ഊട്ടി പോകാനൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും 2 ദിവസം മുമ്പ് എങ്ങനെയും ഒരു ചെറിയ പനി എനിക്ക് പിടിച്ചിരിക്കുന്നു. ടച്ചിട്ടാണ്. മൂന്നാർ ഞാൻ പനിയില്ലാതെ 1-2 വട്ടേ പോയിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ. ഞാൻ കുറേ വട്ടം ഈ കഴിഞ്ഞ വർഷം കുറേ വട്ടം മൂന്നാർ പോയി. എന്തെങ്കിലും സ്ട്രെസ് ചെയ്തിട്ട് അപ്പം മൂന്നാറുണ്ടായിരുന്നു എൻ്റെ പരിപാടി. അതിൽ മൂന്നാർ പോകണമെന്ന് പ്ലാൻ ചെയ്യാതെ വൈകുന്നേരം പ്ലാൻ ചെയ്ത് അപ്പം തന്നെ പോയ ദിവസങ്ങളിൽ മാത്രം ആ 1-2 ദിവസം മാത്രമേ ഉള്ളൂ എനിക്ക് പനി പിടിക്കാനുള്ളത്. ആനച്ചെങ്കു തുറന്നത് ചെറുതായിട്ട് ഈ ഓർമ്മ അറിഞ്ഞിരിക്കുകയാണെന്നിരിക്കും. അല്ലാതെ പ്ലാൻ ചെയ്ത് പോകുന്ന മൂന്നാർ ട്രിപ്പിലൊക്കെ എനിക്ക് എങ്ങനെയും 2 ദിവസം മുമ്പ് പനി പിടിച്ചിരിക്കും. എനിക്ക് മൂന്നാറിനേക്കാൾ ഊട്ടി ഇഷ്ടപ്പെട്ടു. ഊട്ടി നമ്മളങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ 3ാമത്തെ സ്റ്റേഷനായ ആനവണ്ടിക്കാടിലേക്കാണ്. ഇവിടെ സ്റ്റോപ്പ് പേരിനൊരു സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. ഊട്ടി വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഊട്ടിയിലല്ല മേട്ടുപ്പാലം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റേഷനുകളിലും പ്ലാസ്റ്റിക് കുപ്പി അലൗഡല്ല. ഫ്ലവേഴ്സ് പിക്ക് ചെയ്യുന്നത് അലൗഡല്ല. പൂ പറിക്കാൻ പാടില്ല. സ്മോക്കിംഗ് ചിലയിടത്ത് അലൗഡല്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് കവേഴ്സ് അലൗഡല്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിക്ക് അമ്മയെ നോക്കി ചിരിക്കുന്നു. കൊച്ചിൻ്റെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും അലൗഡല്ല. കുപ്പി സ്വന്തമായിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നവർക്ക് നല്ല ഇതായിരിക്കും. എനിക്ക് വെള്ളം കുടിക്കാനും പറ്റില്ല. എനിക്ക് വെള്ളം വേണം. എൻ്റെ ലൈഫ് വെള്ളത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ എടുത്തേക്കാണ് അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും ഇറക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറക്കണില്ല. എന്താണോ ആവോ.
ഇവിടെ പിന്നെ കാണാനൊന്നും ഇല്ല. അടുത്തത് കോണൂറാണ്. കോണൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാവരും ഇറക്കുണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ കോണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോണൂരിൽ ഇനി മേലിൽ പോയി ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇടാൻ ചാൻസ് ഉണ്ട്. പാർക്കേഴ്സ് കയറാനുണ്ട്. ഇവിടുന്ന് ഇനി എൻജിൻ മാറിയിട്ട് സ്റ്റീം എൻജിൻ ആവുമേ. ഇനി ഇവിടുന്ന് പുറകോട്ട് പോകും. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരുപാട് പേര് കയറാനും ഉണ്ട്. പ്ലാറ്റ്ഫോം വണ്ടിയാണ് വണ്ടി വന്നിരിക്കുന്നത്. നമുക്കിവിടെ വേണേ ഇറങ്ങി ചായ കുടിക്കാം, വെള്ളം നിറയ്ക്കാം. നമ്മുടെ സ്റ്റീമെഞ്ചിന് കൂടിയിട്ടുണ്ട്. ബജ്ജി കഴിച്ച കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചില്ല. കഴിച്ചു. നമ്മുടെ വണ്ടി എത്തി. എത്ര പറയൂ ചേട്ടാ? എത്ര പറയൂ? ഇല്ല, എല്ലാവർക്കും ചേട്ടാ, എല്ലാവർക്കും ചേട്ടാ ചേട്ടാ. എന്തായിരുന്നു പുകയാ? പുക മൂടിയിരിക്കുകയാണല്ലോ. സ്റ്റീമാണല്ലോ ഫുള്ള്. പുകമയമാണ്, പുകമയം. കിട്ടിയില്ല. ഇതാണ് കോണൂർ റോഡ്. ഇതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ പോലെ വഴി. നോക്കി നല്ല കിട്ടില്ല ഇറക്കമാണ്. ഇറക്കത്തിൽ പിടിച്ചാണ് വണ്ടി പോകുന്നത്. ഉണ്ടോ? കിട്ടില്ല ഇറക്കുക. അതിൻ്റെ അവിടെ നല്ല ഫുള്ള് മഞ്ഞ്. അളഞ്ഞു പോയി. പൈസ അടുത്തടുത്ത് ഒരു ട്രെയിൻ യാത്ര എത്രത്തോളം മനോഹരമാവാനാ ട്രെയിൻ. ഒരു ക്യൂട്ടി പൈ ഉണ്ട് കേട്ടോ. അത് മാത്രമാണ് എന്ത് മനോഹരമായ സ്റ്റേഷൻ കണ്ടോ? എന്റെ ഉമ്മരെ കിട്ടുന്ന സ്റ്റേഷൻ നമ്മളെന്താ ഇറക്കാത്ത വിചാരിക്കുന്നു. ഇവിടെ ഇറക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സൂപ്പർ. നിർത്തുന്നില്ലേ? എന്താണ് നടക്കണേന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. അങ്ങോട്ട് പോയപ്പോ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നിർത്തുന്നില്ല, എന്താണോ
വഴികൾ ഭയങ്കര ഇഷ്ടം. അത് ട്രെയിനിൽ ഇതുപോലത്തെ വഴികൾ യാത്ര ചെയ്യാനുണ്ടല്ലോ, ഡ്രീം കം ട്രൂ. എൻ്റെ ദുദ്സാഗർ വാട്ടർഫോളിൻ്റെ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ വരെ ആയിരുന്നു ആ ഒരു ദുദ്സാഗർ വാട്ടർഫോൾ കണ്ടിട്ട്. അതുപോലത്തെ ഒരു മൂമെൻ്റാണ് ഇതും. കാടും മലയും വെള്ളച്ചാട്ടവും പുഴയും എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ടോയ് ട്രെയിൻ യാത്ര. എനിക്ക് എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ വേർഡ്സ് ഒക്കെ എന്തിനൊക്കെ ആയിപ്പോകും. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത്ര എക്സൈറ്റഡ് അല്ലായിരുന്നതിൻ്റെ കാരണം ഒന്ന് വയ്യായിരുന്നു. എനിക്ക് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. പിന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നത്, അപ്പോൾ ഇത്രയും ഭംഗി ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങളെ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ പറ്റും, പക്ഷെ ഈ സൈഡിൽ കിട്ടും. ഞാനിങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നേരത്തെ ഇരുന്ന ആൾക്കാരല്ല, വേറൊരു അമ്മയും ഉപ്പയും ഉമ്മയാണ് വന്നിരിക്കുന്നത്. അവർ മലയാളികളാണ്. അവരാണെങ്കിൽ സംസാരിക്കുന്നത് നമുക്ക് ചിരിക്കും. കൊച്ചെന്ത് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതിനൊക്കെ വെച്ചിട്ട് സന്തോഷം കൊണ്ടുള്ള ചിരിയാട്ടോ അവർ ചിരിച്ചത്. കളിയാക്കി ചിരി. എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ബ്യൂട്ടിഫുൾ. ഈ ദൂരെ വെള്ളച്ചാട്ടം എനിക്ക് കാണാൻ പറ്റുമ്പോൾ എനിക്കറിയുന്നത് അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടാണ്. കാണാൻ വരുന്നുണ്ട് അവിടെ വെള്ളച്ചാട്ടം. ഇടുക്കാറ്റ് വെള്ളച്ചാട്ടം, അപ്പത്തെ കളിക്കുന്ന വെള്ളച്ചാട്ടം, നാട് കാണുന്നുണ്ട്. വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മളങ്ങോട്ട് വെള്ളച്ചാട്ടം കിട്ടിയായിരുന്നു. റോഡ് കണ്ടോ? ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് പേടിയാണ്, എന്നാലും എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, അങ്ങോട്ട് പോയപ്പോൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ഡൗട്ടാണ്. ഇവിടെ വെച്ചാണ് നമുക്ക് ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാൻ സാധിക്കും. ചായയൊക്കെ അവർ വിൽക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇവിടെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. ആ മരം കിടന്ന് വെറുതെ കുളിക്കുന്നതല്ല, മൊത്തം കുരങ്ങന്മാരാ. ആമാരും മനസ്സിലാക്കി നമ്മൾ വന്നു. ജനറൽ കമ്പാർട്ട്മെന്റ് ഞാൻ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. വണ്ടി എടുത്തു കേട്ടോ. ഇവിടുന്ന് നമ്മളങ്ങനെ കുരങ്ങന്മാരോട് വിട പറഞ്ഞ് പോവാണ്. അവരോട് വിട പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാം. ടാറ്റാ ടാറ്റാ ടാറ്റാ. ആ നോക്കുന്നുണ്ടോ? ടാറ്റാ. ആ നോക്ക്. ഇഷ്യോ നോക്ക്. ആരോ 2 പഴം എറിഞ്ഞു കൊടുത്ത്, ആ 2 പഴം അവനെടുത്തോണ്ട് ഓടി. ആ കയറി കൊടുത്തില്ല. നിങ്ങൾ കഴിക്കണ്ടേ? നമുക്കിതും ഒരു സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയപ്പം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് ഓപ്പൺ ചെയ്ത് തരുകയും ചെയ്യുമായിരുന്നു. ഇപ്പം ഓപ്പൺ ചെയ്യുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പം ഓപ്പൺ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി എടുക്കും.
എനിക്കൊന്നു നമ്മൾ മേട്ടുപ്പാളയം എത്താൻ ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാ സ്റ്റോപ്പിലും നിർത്താതെ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാ സ്റ്റോപ്പിലും നിർത്തി നമുക്ക് ഇവിടൊക്കെ ഇറങ്ങിയത് ചെയ്യാറുണ്ട്. നമ്മുടെ നേരത്തെ വീഡിയോ നോക്കിയാൽ കാണാം, നമ്മൾ ഇവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് ഇവിടെ സ്റ്റോപ്പില്ല. അപ്പം മാക്സിമം എല്ലാവരും അങ്ങോട്ട് പോകുന്ന ട്രെയിനിനും ഇങ്ങോട്ട് വരുന്ന ട്രെയിനിന് ടിക്കറ്റ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം അങ്ങോട്ട് പോകുന്ന ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുക. നമുക്ക് ഏകദേശം എല്ലാ സ്റ്റേഷനിൽ നിന്ന് ആ സ്റ്റേഷൻ്റെ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റും. അവിടെ ഇറങ്ങി മീൻസ് ഇവിടെ നമ്മൾ ഒരു ട്രാവലർ വിളിച്ച് എല്ലാവരും കൂടെ ട്രിപ്പ് പോകില്ല, അതുപോലൊരു വൈവാണ് ഈ ട്രെയിനിൽ എല്ലാവരും ആയിട്ട് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നല്ല രസം കേട്ടോ. ലാസ്റ്റ് മേട്ടുപ്പാളയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ മേട്ടുപ്പാളയമാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്നാണ് എൻ്റെ തോന്നല്. നമുക്ക് ഈ ടോയ് ട്രെയിനിൻ്റെ റിസർവേഷൻ ചെയ്തപ്പോഴത്തേക്കും ഒരാൾക്ക് 314 രൂപയാണ് റിസർവേഷൻ ടിക്കറ്റ് ചാർജ് വന്നത്. അത് ഊട്ടി ടു മേട്ടുപ്പാളയം. നമുക്ക് വേണമെങ്കിൽ ഊട്ടി ടു കൂന്നൂർ പോകാം, അങ്ങനെയും പോകാം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യണം മേട്ടുപ്പാളയം ടു ഊട്ടി മാക്സിമം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് കിട്ടാൻ. ഊട്ടി ടു മേട്ടുപ്പാളയം നമ്മൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും വെയിറ്റിംഗ് ലിസ്റ്റ് 6-7 ഒക്കെ ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് 4-5 അങ്ങനെയൊക്കെ ആയി. അതിനുശേഷം തലേന്ന് ഇപ്പം ഇന്നലെയാണ് എനിക്കിത് കൺഫേമായി കിട്ടിയത്, ടിക്കറ്റ് കൺഫേമായി കിട്ടിയത്. അപ്പം മാക്സിമം മേട്ടുപ്പാളയം ടു ഊട്ടി റിസർവ് ചെയ്ത് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ജനറലാണെങ്കിലും നേരത്തെ തന്നെ ക്യൂവിൽ നിൽക്കാൻ. ജനറൽ ടിക്കറ്റിന് ഒരാൾക്ക് 170 സംതിങ്ങേ വരുള്ളൂ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ റിസർവേഷൻ കിട്ടിയില്ല എന്നുള്ളവർ നേരത്തെ മേട്ടുപ്പാളയത്ത് വന്ന് ക്യൂ നിൽക്കാൻ നോക്കുക. അങ്ങനെ 1.5 മണിക്കൂർ ലേറ്റോട് കൂടി നമ്മുടെ ഈ ടോയ് ട്രെയിൻ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ിനുണ്ട് നമ്മൾ മേട്ടുപ്പാളയം സെക്കൻഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാറ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂരിൽ നിന്ന് രാത്രി 1 മണിക്കോ അങ്ങാണ്ടാണ് നമുക്ക് തിരിച്ച് എറണാകുളത്തേക്കുള്ള ട്രെയിൻ. അതുവരെ കോയമ്പത്തൂരിരിക്കണം. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം ശരിക്ക് കുടിക്കണം. എന്നിട്ട് വേണം വെള്ളം ഒന്നെങ്കിൽ ഇവിടുന്ന് വാങ്ങാം, ഇവിടെ കിട്ടുമെങ്കിൽ, ഇല്ലെങ്കിൽ കോയമ്പത്തൂർ എന്നിട്ട് വേണം ശരിക്കും വെള്ളം കുടിക്കാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഊട്ടി ടു മേട്ടുപ്പാളയം വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി ഒരു യാത്രയായിരുന്നു. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു ട്രെയിൻ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഞാൻ ഉറപ്പായിരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.